വേറെ പൊന്ന് പാർട്ടി, അതുപോലെ എല്ലാവരും ഇപ്പോൾ പാർട്ടിയിലൊക്കെ പ്രവർത്തിക്കുന്നവരുടെ 55 വയസ്സുകാർ കഴിഞ്ഞ ഒരു ചേട്ടനായി എനിക്കറിയാം. അങ്ങനെ പാർട്ടിയുടെ LC സെക്രട്ടറിയോ വേറെ എന്തോ ഏരിയ കമ്മിറ്റി അംഗമോ എന്തൊക്കെ വലിയ ആളായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ലീഡറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ ലീഡർ ഇടക്കാലം കൊണ്ട് ആ പാർട്ടിയിൽ നിന്ന് പുറത്തായി, വേറെ പാർട്ടി ചേർന്ന്. അപ്പോൾ ഇയാളുടെ ആശ്രയം പോയി. മനസ്സിലായില്ലേ? പാർട്ടിയിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴൊക്കെ വരുന്നൊരു വിഷയം, ഏതെങ്കിലും ഒരു ലീഡറിൻ്റെ കെയർ ഓഫ് നമുക്കുണ്ടാവും. പക്ഷേ ഈ ചില സമയത്ത് ലീഡർമാർ അവർക്ക് ഇലക്ഷനൊക്കെ വരുമ്പോൾ വേണ്ടത്ര പരിഗണന കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കളം മാറി ചവിട്ടും. അപ്പോൾ എന്നാ പറ്റും, നമ്മൾ ഇത്രയും നാൾ അധ്വാനിച്ചത് മൊത്തം പോകും. പുതിയ സ്ഥലത്ത് നമുക്ക് ഗ്രിപ്പ് നമ്മുടെ ലീഡറിന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഗതികിട്ട പ്രേതമായി പോകും. 50 വയസ്സ് കഴിഞ്ഞ് പാർട്ടി പ്രവർത്തിച്ച ഒത്തിരി ഗതികിട്ട പ്രേതങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഇവർ നല്ല കാലം ദൈവത്തെ അറിയാഞ്ഞതുകൊണ്ടും കളന്മാരെ ചവിട്ടി ദൈവത്തെ നിരക്കാത്ത രീതിയിൽ ദൈവത്തെക്കാൾ വലിയ ദൈവങ്ങളെ സ്വന്തമായിട്ട് പൂജിച്ചത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ആരിലാണ് പറഞ്ഞേ, ഞാൻ ആശ്രയം വെച്ചതെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങൾക്കറിയാവോ ആരിലാണ് ആശ്രയം വെച്ചിരിക്കണമെന്ന്? ആശ്രയത്തിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസ് നോക്കണം, നല്ലതാണ്. ഇത് കറക്റ്റ് ചെയ്യണം. ഗുണനിലവാരമുള്ള റിലേഷൻ, ദൈവത്തോട് ഗുണനിലവാരമുള്ള ഒരു ബന്ധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആശ്രയങ്ങൾ ആരാണെന്ന് നോക്കണം ആദ്യം. ആശ്രയങ്ങൾ ഇത് കാര്യം, നമ്മൾ ഈ ഭൂമിയുടെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവമായാലും ചില സമയത്ത് ഇതിൻ്റെ വിലയില്ലാണ്ടായിപ്പോകും. ഇപ്പം നാട്ടിൽ മുഴുവനും കുറേ ആൾക്കാർ സീ വ്യൂ, ഐ വ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, സീ വ്യൂ, ലേക്ക് വ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടിച്ചു തല്ലി ഒരു സെൻറ്റിന് 5 ലക്ഷം രൂപ വെച്ച് വരെ കായലിറമ്പത്ത് സ്ഥലം മേടിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ഒരു കാലത്ത്. അവിടെ ആസ്തി അതായിരുന്നു. എന്താണ്, സി വി യുവിൽ കടലോരത്ത് എനിക്ക് 8 സെൻറ്റ് സ്ഥലം ഉണ്ട്, 8 ഏക്കർ സ്ഥലമുണ്ട്, കായലിറമ്പത്തിൽ എനിക്ക് അത്രയും സ്ഥലമുണ്ടെന്നൊക്കെ പറയും. ആ സി വി യു എന്നൊക്കെ പറഞ്ഞ് വിൽക്കും. പക്ഷേ ഒരു പ്രളയം വന്നതോടുകൂടി ഈ സ്ഥലങ്ങളെല്ലാം വെള്ളം കയറിപ്പോയി. ഇപ്പോഴ് അവിടെ വിലയില്ല. അപ്പോൾ പറമ്പിൽ ആശ്രയം വെച്ച ആൾ നിങ്ങളെ ഒരു ഞായറാഴ്ച കുർബാനക്ക് പോലും പോകാതെ ഇരിക്കും ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി വേറെ ആൾക്കാർ മേടിച്ചെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പെരിയാറിൻ്റെ പമ്പാനദി തീരത്തൊക്കെ സ്ഥലത്ത് സ്വന്തമാക്കാൻ വേണ്ടി ഓടിയവരെല്ലാം ഇന്ന് ദുഃഖിക്കുന്നുണ്ട്. എന്താ കാര്യം? ഇന്ന് അവിടെ പലപ്പോഴും സ്ഥലത്ത് വില കുറവാണ്. എന്താണ് ആൾക്കാർ ചോദിക്കുന്നത്? പ്രളയം വന്നപ്പോൾ ഇവിടെ വെള്ളം കയറിയായിരുന്നു ചോദിക്കും. ഒറ്റ ചോദ്യമേ ചോദിക്കത്തുള്ളൂ. പ്രളയം വന്നപ്പോൾ ഇവിടെ വെള്ളം കയറിയായിരുന്നു, നെശു അടിച്ചു പോയി. അപ്പോൾ ഓരോ കാലം ചെല്ലുന്തോറും ആസ്പദങ്ങളെല്ലാം ക്വാളിറ്റേറ്റീവ്ലി. അപ്പോൾ കുർബാനയും മുടക്കിപ്പോയ പാർട്ടിയാണിത്. ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ഞായറാഴ്ച കുർബാനയും മുടക്കിപ്പോയതാണ്. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ദൈവമല്ല വലുത്, എനിക്ക് പറമ്പാണ് വലുതെന്നും പറഞ്ഞ് ഓടിയ പാർട്ടിയാണ്. നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഓരോ മനുഷ്യൻ്റെ ദുഃഖം ദൈവത്തെ അറിയാത്തത് കൊണ്ടുണ്ടാകുന്നതാണ് ഓരോരുത്തർ. അപ്പം നിങ്ങൾ ഇതുകൊണ്ട് എപ്പോഴും ദൈവമായിട്ടൊരു ആലോചന, ഒരു ബന്ധം, റെസ്പെക്റ്റ്, അതായത് ഒരു അടുപ്പമുള്ള ബന്ധം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. തലയ്ക്ക് നമുക്ക് ഏറ്റവും വലിയ വേണ്ടത്, ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ വേണ്ടത് എന്തിനാണ്? ഹൃദയത്തിനും തലക്കുമാണ് പ്രൊട്ടക്ഷൻ വേണ്ടത്. കാര്യം ഇതാണ് ഇത് ഉള്ളിൽ വെച്ചിരിക്കുന്ന കാര്യം. കള്ളിൻ്റെ അകത്തല്ല, തലയുടെ അകത്തല്ല തലച്ചോറിരിക്കണത് അല്ല. ഇവിടെ നമുക്ക് അനക്കാൻ പറ്റത്തില്ലല്ലോ. താടി ഇങ്ങനെ അനക്കാൻ പറ്റുന്നില്ല, മേലിലോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ അനക്കാൻ പറ്റുമെങ്കിൽ മനുഷ്യൻ തന്നെത്താൻ തല്ലി ചത്തുപോയനാണ്. അതുകൊണ്ട് ഈ അനക്കാൻ പറ്റാത്ത സ്ഥലത്താണ് തലച്ചോറ് വെച്ചിരിക്കുന്നത്. ഹൃദയം കുറേ വാരിപ്പറ്റിനെ കൊണ്ട് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഈ 2 ഫാക്കൽറ്റീസിന് നല്ല സംരക്ഷണം വേണം. പക്ഷേ അതേസമയം തന്നെ അതിൻ്റെ വ്യാപാരങ്ങൾക്ക് ദൈവസംരക്ഷണമാണ് വേണ്ടത്. നിൻ്റെ ഹൃദയ വ്യാപാരങ്ങൾക്കും ബുദ്ധി വ്യാപാരങ്ങൾക്കും വേണ്ടത്. അങ്ങനെ വചനമുണ്ടല്ലോ, ഫിലിപ്പിയർ വായിച്ച് നോക്കിയേ, ചിന്തകളെയും ബുദ്ധികളെയും. ഫിലിപ്പിയർ 4:6 അല്ലേ? ഫിലിപ്പി 4:6-7. ഫിലിപ്പിയർ 4:6-7. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പറഞ്ഞേ, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും
അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പൊ ക്രിസ്തുവിന് ഈ ബുദ്ധിയും ഹൃദയവും യേശുക്രിസ്തുവിനെ ഏൽപ്പിക്കണം. വേറെ ആരും ഏൽപ്പിച്ചിട്ട് കഥയുമില്ല. ഇതിനാണ് പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത്, ഇതിനാണ് ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. എന്താണ്? അതായത് വേറെ ആര് ഈ ബുദ്ധിയും അതുപോലെ തന്നെ ഈ ബുദ്ധിയും ഈ ഹൃദയവും കൈകാര്യം ചെയ്താലും നാളെ അറ്റാക്ക് ഉറപ്പാണ്, നാളെ സ്ട്രോക്ക് ഉറപ്പാണ്. ഈ സംഭവം ആദ്യമേ ഏൽപ്പിക്കേണ്ടത് ആരെയാണ് എന്ന് പ്രാർത്ഥിച്ച് തലയിൽ കൈ വെച്ച്, ഇടത് കൈ കൊണ്ട് നെഞ്ചിലോ വലത് കൈ കൊണ്ട് തലയിൽ കൈ വെച്ച് അച്ഛൻ്റെ കൂടെ ചെന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഹൃദയത്തെയും ബുദ്ധിയെയും കൈകാര്യം ചെയ്യാൻ ദൈവത്തിൻ്റെതല്ലാത്ത ശക്തി കേന്ദ്രങ്ങളെ ഞാൻ ആശ്രയിച്ചു പോയിട്ടുണ്ട്. കർത്താവേ ബുദ്ധിയെയും ഹൃദയത്തെയും പൂർണ്ണമായും നിനക്ക് സമർപ്പിക്കുന്ന ഏറ്റെടുക്കുകയാം. ഫിലിപ്പിയർ 4:6 അനുസരിച്ചുകൊണ്ട് ദൈവിക സംരക്ഷണം നൽകുകയും ചെയ്യണമേ. അപ്പൊ ലിയ സെബാസ്റ്റിന്റെ കല്യാണം കഴിഞ്ഞു. അവളുടെ ആഗ്രഹങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുന്നു. അത് നടപ്പിൽ വരുത്താൻ അവൾക്ക് അവലംബമാകാൻ അപ്പനും അമ്മയും ഇല്ല. അതുകൊണ്ട് അവിടെ ബന്ധുക്കൾ അവളുടെ ജീവിതം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ബന്ധുക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തു. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും അവിടെ വലിയ പ്രസക്തിയില്ല. അവിടെ 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി. അപ്പോൾ തൻ്റെ പഠനങ്ങൾ, അതുപോലെ തന്നെ തൻ്റെ ജോലി, അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പോലും അവിടെ പൊസിഷനില്ല, സ്പേസ് ഇല്ല. അവസാനം 2 പ്രസവം കഴിഞ്ഞ കുഞ്ഞുങ്ങളൊക്കെ ഒരു 2 വയസ്സൊക്കെ 3 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ വെറുതെ വീട്ടിലിരുന്ന് ബോറടിക്കണമല്ലേ, ഇത്തിരി പഠിച്ചതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവളൊരു ജോലിക്ക് പോകും. അപ്പോൾ ജോലിക്ക് പോകുമെങ്കിലും ആ ജോലിയോട് ഭർത്താവിന് താല്പര്യമില്ല. ഓരോ മനുഷ്യൻ്റെ ടെൻഷൻ വരുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ? സ്ത്രീകളുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വരുന്ന സങ്കടങ്ങൾ കണ്ടില്ലേ? ഇതെല്ലാവരുടെയും സങ്കടങ്ങളാണിത്. ലിയ സെബാസ്റ്റിന് മാത്രമല്ല. അവൾക്ക് ജോലിക്ക് പോയി, വീട്ടിൽ ഇഷ്യൂസായി. കാര്യം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ ശ്രദ്ധിക്കപ്പെടാതെ വീഴുക, തട്ടുമുട്ടുക, സമയത്ത് ഭക്ഷണം കിട്ടില്ല, കിടന്ന് കാറുക, അവർ ചിലപ്പോൾ എണ്ണയിട്ട് വെയിലത്ത് പോയി തലയിൽ പനി പിടിപ്പിക്കുക. പിന്നെ അത് വീട്ടുകാർക്ക് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കരച്ചിലും, അപ്പോൾ നീ ജോലിക്ക് ഓടിയിട്ടല്ലേ എന്നുള്ള ഭയങ്കര ഡയലോഗും, ഭ്രാന്ത് പിടിച്ചു പോകും ജീവിതം ഇല്ലേ? ഇപ്പം ഇങ്ങനെ ഭ്രാന്ത് പിടിക്കുന്ന ഒരവസ്ഥയിൽ ഇവിടെ ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ ഇഷ്യൂസ് വീട്ടിലുണ്ട്. അവരുടെ അവസ്ഥ മടുത്ത്. ഇതാരുടെ ജീവിതമാണ്? നിങ്ങളുടെയൊക്കെ പലരുടെയും ജീവിതമാണ്. നിങ്ങൾ പല ആൾക്കാർ അനുഭവിക്കുന്ന അവസ്ഥകളാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ. ഒക്കെ ഇത് മടുത്ത് പിന്നെ വെറുതെ വീട്ടിലും ജോലിയിലും അവിടെ പ്രശ്നങ്ങളുണ്ട്, പിന്നെ വീട്ടിലും ഇങ്ങനെ പ്രശ്നമാണ്. അയാൾ നിർത്തിയേക്കാമെന്ന് വിചാരിച്ചു, ജോലി അങ്ങനെ നിർത്തി. ഇപ്പോൾ ഭർത്താവിൻ്റെ ഒരു വഴക്ക് കുറഞ്ഞ്. ഇപ്പോൾ ഒരു ലേഡി അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങളും സംഘർഷങ്ങളും ഉടമ്പടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? അല്ലെങ്കിൽ ഒരു ബോയ്, അല്ലെങ്കിൽ ഒരു ഒരു പുരുഷൻ അനുഭവിക്കുന്ന സ്വകാര്യ സങ്കടങ്ങൾ, നിങ്ങളത് ഉടമ്പടിയെ ആ ഒരു പെർസ്പെക്റ്റീവിൽ പഠിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോണത്. ദൈവം ഈ കാലഘട്ടത്തിന് പറ്റിയ പ്രെയർ ഓഫ് ദിസ് ടൈം, ഈ കാലത്തിന് പറ്റിയ ഒരു പ്രാർത്ഥന. അതുകൊണ്ടാണ് നിങ്ങളെല്ലാം ഇങ്ങനെ ഇരച്ചു നിൽക്കണം ഇവിടെ. എന്തുകൊണ്ടാണ്? കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അമ്മ മാതാവ് നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പച്ചയായ ജീവിതമാണ് ദൈവം ഇവിടെ കൈകാര്യം ചെയ്യണം നിങ്ങൾക്കറിയാം. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നിങ്ങളെ സ്പർശിക്കും. ഇപ്പം തന്നെ അത് സ്പർശിക്കാൻ വേണ്ടി അശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതായത് ഇപ്പം ഇങ്ങനെ വന്ന് അവൾ വീട്ടിലിരിക്കുകയാണ്, യാസവാസം വീട്ടിലിരിക്കുകയാണ്, ജോലിക്ക് പോകണില്ല, അതിൻ്റെ സങ്കടങ്ങളുണ്ട്. നമുക്ക് സ്വകാര്യമായ, നമ്മുടെ ലേഡീസിന് സ്വകാര്യമായ കുറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ, അതിനൊക്കെ മറ്റുള്ളവരുടെ മുമ്പ് കൈ നീട്ടണ്ടേ? അത് ചിലർക്ക് ഭയങ്കര സങ്കടമായിരിക്കും. നമ്മുടെ സ്വകാര്യമായിട്ടുള്ള കുറേ വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങിക്കത്തില്ലേ, അതിന് മറ്റുള്ളവരുടെ മുമ്പിൽ ഭർത്താവിനോട് എപ്പോഴും ചോദിച്ചു നടക്കുക, ഒക്കെ ഓർക്കുമ്പോൾ നമുക്ക് സങ്കടമാണ്. പൈസ കിട്ടുമായിരിക്കും, 10 പ്രാവശ്യം ചോദിച്ചാലായിരിക്കും ഒരു പ്രാവശ്യം കിട്ടണത്.
അത് നല്ല മോന്തയായിട്ട് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഞാൻ ഈ കേസ് പറയുകയല്ല, പൊതുവെയുള്ള ലേഡീസ് ചില ആൾക്കാർ അനുഭവിക്കണം, എല്ലാവരും അല്ല കേട്ടോ. നിങ്ങൾക്ക് വലിയ മെഡിക്കൽ കാണുന്നത് എനിക്കറിയാം. പക്ഷേ എങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കുറേ പേര് വല്ലാത്ത സംഘർഷം അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കിത് വലിയൊരു പ്രയാസമായി. അങ്ങനെ പ്രയാസമായി ഇവർക്ക് ഡിപ്രഷനായി. പ്രയാസത്തിൽ കൂടിപ്പോയി. എന്നുവെച്ചാൽ ഭക്ഷണം കഴിക്കാതെ ഇതിനകത്ത് കഴിക്കണം. ഭക്ഷണം കഴിക്കാതെ ആൾ മുറി ലോക്ക് ചെയ്ത് അകത്തിരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നിസ്സാരമായി. ഇവിടെ കൂടെ ഇത് അവസാനിക്കണില്ലേ കാര്യങ്ങൾ? ഇപ്പോൾ ഭക്ഷണമായത് കണ്ട മനസ്സ് ഇടിഞ്ഞ് അവസാനം ഡിപ്രഷൻ മൂടായി, ഉറക്കമില്ലാതെയായി, അകത്തിരിക്കുകയാണ്. 2 കുഞ്ഞുങ്ങളുണ്ടെന്ന് നോക്കണം. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണില്ല. അപ്പോൾ അമ്മമാർ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിൽ ശരി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമല്ലേ, അവരെ കുളിപ്പിക്കും. കാര്യം 2-3 വയസ്സുള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോകും, പൊട്ടായി പോകും. അപ്പോൾ അതുങ്ങളെപ്പോലും ശ്രദ്ധിക്കാത്ത അവസ്ഥയിൽ ഇവിടെ മനസ്സ് കൺട്രോൾ പോയി. അതുങ്ങളെപ്പോലും സ്വന്തം കുഞ്ഞുങ്ങളെ പോലും സമയത്ത് ഭക്ഷണം കൊടുക്കാൻ അവൾ കുളിക്കണില്ല, അവൾ കുളിക്കാൻ തോന്നണില്ല, അവൾ ഭക്ഷിക്കാൻ തോന്നണില്ല. എന്നാത്ത ഇതൊക്കെ ചെയ്യണമെന്നുള്ള തീർന്ന ജീവിതം പോയി. ഇനി ചാകണ വരെ ഇങ്ങനെ ജീവിക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഒരു സൈലൻറ്റ് സൂയിസൈഡ് ടെൻഡൻസി ആളിന് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ഈ മുറി ലോക്ക് ചെയ്തുകൊണ്ട്. അപ്പോൾ അമ്മായിയമ്മ പക്ഷെ ബെസ്റ്റാണ്. അമ്മായിയമ്മ വന്ന് എപ്പോഴും കണ്ണീരോടെ വിളിക്കുന്നുണ്ട്, വാമോളെ കഴിക്കുമോളെ, ഇങ്ങനെ ഇരുന്നാൽ എത്ര കാലം ഇരിക്കുന്നീ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് നമുക്ക് അവളെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർക്ക് അത്രയും സങ്കടം അങ്ങോട്ട് കയറിപ്പോയിട്ട് സങ്കടം തലക്കടിച്ച് പോയിരിക്കുകയാണ്. അത് കാരണം ഒരു ആശ്വാസവാക്ക് അവളെ ഏൽക്കണില്ല. ഒരു ദിവസം ഒരു ഉടമ്പടി ധ്യാനം ഇങ്ങനെ ഒരു 2 മാസമോ 2 ആഴ്ചയായി ഇങ്ങനെ ഇരിക്കണത്. അപ്പോൾ ജീവിതം തീർന്നു. എപ്പോഴെങ്കിലും ഒരു മരണം വരും, അപ്പം കണ്ടുമുട്ടാം, ഞാനായിട്ട് മരിക്കണില്ല എന്നൊക്കെ ഉള്ളൊരു മാനസികാവസ്ഥയിൽ അങ്ങനെ കഴിഞ്ഞു പോകുന്ന ദിവസങ്ങളാണ്. പെട്ടെന്ന് ഇവളുടെ മൊബൈലിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ ആരോ നമ്മുടെ ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു കഷ്ണം വെട്ടിയിട്ട് കൊടുത്ത്. ആ വെട്ടി കൊടുത്തതല്ല, ഇങ്ങനെ ഇപ്പോൾ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, കുറേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ ആൾക്കാർ. അതൊക്കെ വലിയ പ്രേക്ഷിത പ്രവർത്തനമാണേ. നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ ഉടമ്പടി ധ്യാനം എടുത്ത് കട്ട് ചെയ്തും സാക്ഷ്യം കട്ട് ചെയ്തൊക്കെ ഇട്ടേക്കാണ്. അതിനേക്കാൾക്ക് വലിയ സുവിശേഷ വില ഒന്നുമില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഇവിടെ ഒരു വചനം കേട്ട്, അത് എന്താ കേട്ടതെന്ന് വെച്ചാൽ ഉടമ്പടി ധ്യാനമാണ്. ക്രിസ്തുവിൻ്റെ മുമ്പിൽ നീ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെ മുമ്പിൽ നിനക്ക് മുട്ടുമടക്കേണ്ടി വരത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ശ്രുതികട ഹല്ലേലൂയ. മക്കളെ, നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ചാരത്തിൽ പൊതിഞ്ഞ് ദൈവം നിൻ്റെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. ക്ലേശകാലങ്ങളിൽ നീ ഇതാണ് അറിയേണ്ടത്. നിന്നെ രക്ഷിക്കാനുള്ള ഒരു അഗ്നി ദൈവം ചാരത്തിൽ പൊതിഞ്ഞ് നിൻ്റെ ഉള്ളിൽ തന്നെ നിക്ഷേപിച്ചിട്ടുണ്ട്. ലിയ സഭാസ് എന്താ സംഭവിച്ചിരിക്കുന്നത്? വിശ്വാസത്തിൻ്റെ അഗ്നി. ഇപ്പം സങ്കടമാണ്, ഭയങ്കര തകർച്ചയാണ്, ഭയങ്കര ജീവിതം തീർന്നിരിക്കുകയാണെങ്കിലും വിശ്വാസത്തിൻ്റെ ഒരു അഗ്നി. അതിന് അഗ്നിക്കൊണ്ട ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വചനങ്ങൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ അത് കത്തും. ഈ ചാരം മൂടിയ അഗ്നി, അവളുടെ വിശ്വാസത്തിൻ്റെ അഗ്നി, ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാറ്റടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ ചാരം പറന്നു പോയിട്ട് ഈ സാധനം കത്തി പെട്ടെന്ന്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ പിന്നെ ആടെ മുമ്പിൽ മുട്ടുമടക്കേണ്ട ആവശ്യം വരുത്തിയില്ല. അത് ഞാൻ പോലും അറിയാതെ ഇവിടെ നിന്നുകൊണ്ട് കർത്താവ് പറയിപ്പിച്ചതാണ്. ആർക്കോ വേണ്ടി പറയിപ്പിക്കണാണിത്. ഈശോ ഉദ്ദേശിക്കുന്നുണ്ട് ആൾക്കാരെയൊക്കെ. തകർന്ന് തരിപ്പണമായി 0- ഇരിക്കുന്ന ആൾക്കാരെ കർത്താവ് മനസ്സിൽ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവത്തിൻ്റെ വചനം. ശ്രദ്ധിക്കട്ടെ.